ഇല്ല എനിക്ക് തോന്നിയാന്ന് ഇല്ല. ചന്ദ്രേട്ട ഓടിക്കോ ഓടിക്കോ. എന്തിനാ എന്തായി? നമ്മളെ പിള്ളേരകത്തുണ്ട്. അതെയാ? അപ്പൊ നകലേ എനക്കങ്ങനെ അറിയില്ല. ഒരു ഹോർലിക്സ് നോട്ടടാ. അല്ല ദേവി എന്തിനിപ്പോ കേട്ടേക്ക് വന്നിനി? ആ കടയിലെ പുളിച്ച പഴംപൊരിയാണ് അവരുടെ ഫേവറേറ്റ്. എന്തായാലും ഒക്കെ നിന്നോട് ഭയങ്കര സ്നേഹാതാട്ടാ. എന്തേ? അല്ല എനിക്ക് ഹോർലിക്സ് വാങ്ങിക്കുന്നുണ്ട്. ഹോർലിക്സ് എനക്കല്ല, കറക്കുന്ന മുഴുവൻ പാലിൽ ഒരു ഹോർലിക്സ് കലക്കിയാ കുടിക്കല്. ഞാൻ വെള്ളം ചേർത്തിട്ട് സൊസൈറ്റി കൊടുക്കും. അവരും കുടിക്കട്ടല്ല, അവർക്കും കുടിക്കാനില്ലേ? അല്ല വെള്ളം കൂട്ടി റീഡിങ് വരൂലേ? ഞാനല്ലേ അതിന് റീഡിങ് അളക്കല്. നമ്മളിതിലില്ല, ഗാലറിയിലിരുന്ന് കളി കണ്ടാ മതി. ഗ്യാസിന് നമ്പർ കിട്ടീനാ? ആ ഞാൻ തരാം. ഏമ്പക്കം കണ്ട നാച്ചുറൽ ആക്ടിങ്. ഇത്രയും വാരി വലിച്ചു പിടിഞ്ഞ ആർക്കാണല്ലോ ഏമ്പക്കം വരും, സ്വാഭാവികം. അതിന് തന്നെയാണ് നാച്ചുറൽ ആക്ടിങ് പറയുന്നത്. 48. ഫോട്ടോ തിരിക്കട്ടെ. കറക്റ്റ് അല്ലേ? കറക്റ്റ് തന്നെ, പക്ഷെ ഒന്നും ചോദിച്ചില്ല. എന്തു ചോദിക്കാൻ? ആരാ എന്താന്നൊക്കെ ചോദിച്ചാലേ എനിക്ക് ഉത്തരം പറയാൻ പറ്റൂ. എന്നാന്ന്? എന്താ? അല്ല എനിക്ക് ഓനെ അത്ര പരിചയമൊന്നുമില്ല. ഇനി അഥവാ ഉണ്ടെങ്കിൽ തന്നെ അതൊക്കെ പുറത്തു പറയാൻ പറ്റൂ. എന്നാ ആരാര്യങ്ങളീ പറയുന്നത്? പേര് ഓന്റെ പേര് ശബരീഷ്. അല്ല അയ്യോ ബ്രിജേഷ്. ആ ഈ കാവുംചോലയിലെ അയ്യോ അതൊന്നുമല്ല. ആ കിട്ടി കിട്ടി, മുകേഷ്. മുകേഷ് ആരത്? അല്ല അപ്പൊ അത് നിങ്ങളുടെ ആരും അല്ലേ? ആരുമല്ല. ദാ വരുന്നു. അയ്യോ മുകേഷ് ആരാന്നറാ? ഫോട്ടോ എടുക്ക. ഈ നാട്ടിൽ വന്നിട്ട് എല്ലാം കൊള്ളായില്ലേ? അൺപ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞപ്പോ ഇത്രയും വിചാരിച്ചില്ല. എന്തായാലും തീരുമാനമായല്ലോ. എന്നാലും എന്റെ ശംഭു ആടെ എന്താ കൂട്ടത്തല്ല. പ്ലാനെല്ലാം പൊളിഞ്ഞില്ല. ഇനിയിപ്പോ അങ്ങനെ അങ്ങോട്ട് പോലും ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ആടെ അടിയിടുന്നത്?